എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറുതെ ഇരിക്കുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് കറുമുറയിൽ നിന്നുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ? കുട്ടികൾക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം. ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ആട്ടപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. മൈദയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഒത്തിരി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ 1 കപ്പ് ആട്ടപ്പൊടി 1 കപ്പ് മൈദ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് 5-6 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചെടുത്താൽ മതിയേ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടർ ഉരുക്കിയതോ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ഇത് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് ആട്ട കുഴച്ചെടുക്കത്തില്ലേ, ആ പരുവത്തിൽ നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല രീതിയിൽ ഞാൻ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് നമുക്കിതിന് ഉരുളകളാക്കിയെടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ നമുക്കിതിന് ഉരുളയാക്കിയെടുക്കാം. ഓരോരുത്തരുടെ ചപ്പാത്തി പലകയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഉരുളയാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 4 ഉരുളകളാണ് ആക്കിയെടുത്തത്. ഇവിടെ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിലൊരു കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നവർ ഇതിനെ പരത്തിയെടുക്കാം. ഇത്തിരി കനം കുറച്ചങ്ങ് പരത്തിയെടുക്കൽ, എന്നാൽ അധിക കനവും വേണ്ട കേട്ടോ. ഈ രീതിയിൽ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളതിനെ തിരിച്ച് വെച്ചിട്ട് ഞാൻ ഡയമണ്ട് കട്ട്സിൻ്റെ രീതിയിലാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ രീതി കട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്ത് നമുക്ക് പലകയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. എല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് തിക്കി ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുവാണെങ്കിൽ എണ്ണയിലോട്ടിട്ട് അതൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നെല്ലാം മാറി വേർപിട്ട് വരും കേട്ടോ. ഇത് തീ കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരണ്ടേ, പെട്ടെന്ന് ഇത് വീർത്തും വരും കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഇളക്കി കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാവുന്നതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്കിതെല്ലാം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിലിട്ട് വെക്കരുത് കേട്ടോ. ഇത് നല്ല സോഫ്റ്റായി പോകും. നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ എയർ ടൈറ്റായിട്ടുള്ള പാത്രത്തിലിട്ട് വെക്കാവൂ. നമ്മളിത് കോരി എടുത്ത് കഴിയുന്ന സമയത്ത് ഇത് സോഫ്റ്റായിട്ട് തോന്നിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്പി ആയി കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ബിസ്ക്കറ്റ് പോലെ, കണ്ടില്ലേ, മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല ബിസ്ക്കറ്റ് പോലെ മുറിച്ചെടുക്കാനും പറ്റും. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇപ്പം എനിക്ക് ഈ 1/2 കപ്പ് പഞ്ചസാരയിൽ മധുരം ഒത്തിരി ഇല്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നിങ്ങളൊരു 3/4 കപ്പ് പഞ്ചസാര എടുത്തോളൂ. കാരണം എന്നാലേ നല്ല മധുരം കിട്ടത്തുള്ളൂ. ഇപ്പോൾ മധുരം കുറവുള്ളവർക്ക് 1/2 കപ്പ് പഞ്ചസാര ഓക്കെയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.